രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 138ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. അത് കേട്ടിട്ട് അർത്ഥമറിഞ്ഞ് ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും വെച്ച് നിങ്ങൾ ചൊല്ലുക. രോഗങ്ങളെ അകറ്റി നിർത്താം. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് കൃത്യം 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം കിട്ടും. എല്ലാ ബുധനാഴ്ചയും 12 മണിക്ക് മരണത്തെക്കുറിച്ച് ഇന്ന് വരെ എഴുതിയിട്ടുള്ളതിൽ ആധികാരികമായി ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. അത് കഠോപനിഷത്താണ്. കഠോപനിഷത്ത് പഠിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും രാധാകൃഷ്ണന്മാർ ഒന്നിച്ചു വന്ന് അനുഗ്രഹിക്കാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കുന്ന അഷ്ടപതിയുടെ ക്ലാസ്സാണ്. ആ ക്ലാസ് കേൾക്കുക, അർത്ഥമറിഞ്ഞ് അഷ്ടപതി ചൊല്ലുക. എല്ലാ വെള്ളിയാഴ്ചയുമാണ് മോക്ഷത്തിലേക്കുള്ള കവാടം ധമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായി കാണുക. അതല്ല, എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കൊല്ലത്താണ്. എൻ്റെത് എങ്ങനെയാണ് കോഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ആണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നാൽ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷനും ഹോസ്റ്റൽ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായ സംശയങ്ങൾ, അത് നിങ്ങൾക്ക് ഞാൻ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അപ്പം നിങ്ങൾ അതിനകത്തേക്ക് എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ ഇതിനകത്ത് പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും കാണണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളതും നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ കേട്ടിരിക്കണം. നിങ്ങളുടെ അറിവ് വർദ്ധിക്കും. ഭക്തമീരയെക്കുറിച്ചുള്ള കഥയുണ്ട്. കൃഷ്ണന്റെ അവതാരമായ സാക്ഷാൽ ശ്രീബുദ്ധൻ, കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധനെ കുറിച്ചുള്ള കഥകൾ അതിനകത്ത് ആ ജനനം മുതൽ മരണം വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. പിന്നെ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഷോർട്ട് വീഡിയോസ് നിശ്ചയമായും കാണണം. 1 മിനിറ്റ് 2 മിനിറ്റ് ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് നല്ല അറിവ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം
ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പൊ നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ രാധികാ കവചം 2 ഉണ്ട്, അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കൃഷ്ണശ്രീ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികൾ ഇടാതെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കുക. ആ രാധാ സഹസ്രനാമവും രാധികാ കവചവും നിത്യവും ജപിക്കണം. രാധികാ കവചം ജപിച്ചതിന് ശേഷം വേണം രാധാ സഹസ്രനാമം ജപിക്കാൻ. പിന്നെ രാധാ സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ പഠിപ്പിക്കുമോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമം പഠിപ്പിക്കാം, ഒരു കുഴപ്പവുമില്ല. പിന്നെ വിഷ്ണു സഹസ്രനാമം വേണോ, ഞാൻ പഠിപ്പിക്കാം. രാധാ സഹസ്രനാമത്തിൽ തൊടാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം അത് അപാരമാണ്, അതിനങ്ങ് അർത്ഥവ്യാപ്തിയൊക്കെ ഭയങ്കരമാണ്. കഠിനമായ രാധാഭക്തി ഇല്ലാത്ത ഒരാൾക്ക് അത് നമുക്കൊരു ഒരു കച്ചവട മെൻറ്റാലിറ്റിയിൽ ഞാൻ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞ് അത് പാടിയിട്ട് അതിലെ സംസ്കൃത വാക്കുകളുടെ ഓരോ അർത്ഥവും പറഞ്ഞു പോകാം. പക്ഷേ എനിക്കെൻ്റെ രാധാമ്മയുടെ കഥ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആ ഒരു ധൈര്യമില്ലാത്തതുകൊണ്ടിരിക്കുകയാണ്. രാധാമ്മയുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ നിശ്ചയമായും നിങ്ങളെ രാധാ സഹസ്രനാമം പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാധയുടെ പ്രണയം. കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്തേക്ക് കൊടുത്തേക്കും. നിശ്ചയമായും കാണണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് 96453339 ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. നിങ്ങളത് കാണാതിരിക്കരുതേ. കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായി. 15-ാം നൂറ്റാണ്ടിൽ കഠിന രാധാഭക്തനായ രഘുനാഥ ദാസ ഗോസ്വാമി പാദര് അദ്ദേഹം രാധാകുണ്ടിൽ താമസമാക്കി. ഇവിടെ വരുന്നതിന് മുമ്പ് 16 വർഷക്കാലം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ അദ്ദേഹത്തെ സേവിച്ചിട്ടാണ് വന്നത്. രാധാകുണ്ടില് അദ്ദേഹം വന്ന് കഠിനമായി ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഈ ദിവ്യമന്ത്രം, ഈ മന്ത്രത്തെ കൽപ്പതരു മന്ത്രം എന്നാണ് വിളിക്കുന്നത്. കൽപ്പതരു മന്ത്രമാണിത്. ആ മന്ത്രം നിത്യവുമാര് ജപിക്കും. അദ്ദേഹത്തിന് അതേ ഉള്ളു ജോലി. ഭക്ഷണം കഴിക്കാനിരിക്കില്ല. കാരണം ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും സമയം രാധാമന്ത്രം ജപിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം ആകെ ചെയ്യുന്നത് ഒരു ദിവസം ഒരു ഇല കൊമ്പിളിനകത്ത് അല്പം മോര് കുടിക്കും, അത്രയേ ഉള്ളൂ. ഒരു ദിവസം അദ്ദേഹം 90 മിനിറ്റേ ഉറങ്ങാറുള്ളൂ. അതിൽ കൂടുതൽ ഉറങ്ങില്ല. കാരണം ഉറങ്ങുമ്പോൾ രാധാമ്മയുടെ മന്ത്രം എങ്ങനെ ജപിക്കും, രാധാമ്മയെ എങ്ങനെ സ്മരിക്കും? അതുകൊണ്ട് ഈ കഠിന രാധാഭക്തൻ ഒരു ദിവസം 90 മിനിറ്റ് മാത്രമേ ഉറങ്ങുകയുള്ളൂ. ചില ദിവസങ്ങളിലാകട്ടെ ഉറങ്ങത്തത് പോലുമില്ല. അങ്ങനെ ഉറങ്ങാതിരിക്കുകയും ചെയ്യും. എന്ന് മാത്രമോ, ഒരു ദിവസം നമ്മുടെ രഘുനാഥ ആ ദാസ ഗോസ്വാമി പാദരുണ്ടല്ലോ, ഒരു ദിവസം 1,00,000 രാധാമന്ത്രം ജപിക്കും. 1,00,000 രാധാമന്ത്രം ജപിക്കും. അതുപോലെ 1,00,000 രാധാകൃഷ്ണ മന്ത്രവും ജപിക്കും. എന്നിട്ട് 3000 തവണ ദണ്ഡ നമസ്കാരം ഒരു ദിവസം ചെയ്തിരിക്കും അദ്ദേഹം. രാധാകൃഷ്ണന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാധാമ്മയുടെ തൃപ്പാദങ്ങളിൽ ഒരു ദിവസം 3000 തവണ ദണ്ഡ നമസ്കാരം നടത്തും. രാധാകുണ്ടിൽ
ഒരു ദിവസം 3 തവണ കുളിക്കും. ഇതാണ് നമ്മുടെ രഘുനാഥദാസ ഗോസ്വാമി പാദരെന്ന് പറയുന്നത്. എന്നിട്ടും തീരുന്നില്ല. അദ്ദേഹം ഒരു ദിവസം 3 മണിക്കൂർ രാധാകൃഷ്ണ കഥകൾ ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പിൽ രാധാകൃഷ്ണ ലീലകളങ്ങനെ മനസ്സിൽ കാണും, സ്മരിക്കും. രാത്രിയും പകലും അദ്ദേഹം മാനസി സേവ ചെയ്യും. അതായത് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ചുണ്ടനങ്ങാതെ മനസ്സുകൊണ്ട് ഓം രാധായേ സ്വാഹ എന്ന അതീവ ദിവ്യമായ കൽപ്പതരു മന്ത്രം ആര് ചൊല്ലും? മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആ ഗോസ്വാമി പാദര് ചൊല്ലാറുണ്ട്. രാധാഭക്തരെയോ കൃഷ്ണഭക്തരെയോ കണ്ടാൽ അദ്ദേഹം ഓടി വന്ന് കാൽക്കൽ നമസ്കരിക്കും. ഇപ്പൊ അന്നത്തെ കാലത്ത് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാധാഭക്ത, ഒരു സാധാ രാധാഭക്ത അങ്ങോട്ട് ചെന്നിരിക്കട്ടെ, നമ്മളെക്കാളൊക്കെ രാധാഭക്തിയിൽ എത്രയോ ഉയരത്തിലാണ് അദ്ദേഹം. പക്ഷേ രാധാഭക്തിയാണോ? ഒരിക്കലെങ്കിലും രാധാമ്മയൊന്ന് വിളിക്കുമോ? പിന്നെ അദ്ദേഹം വലിപ്പ ചെറുപ്പം ഒന്നും നോക്കത്തില്ല, ആ കാൽക്കൽ വീണ് പ്രണമിക്കും. അത്രയ്ക്ക് കഠിനമായ രാധാഭക്തരാണ് അദ്ദേഹം. അത് മാത്രമാണോ, രാധാഭക്തരെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഓടി വന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്യും. പതുക്കെ പതുക്കെ ശ്രീനാഥ ഗോസ്വാമി എന്തു ചെയ്തു? ആകെ ഒരു നേരം അല്പം ഇലക്കുമ്പിളിൽ മോര് കുടിക്കും. അപ്പൊ ഗോസ്വാമി പാദര് വിചാരിച്ചു, ഈ മോര് കുടിക്കുന്ന ആ സമയം അപ്പൊ എനിക്ക് രാധാജിയെ സ്മരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? ആ മോരുകുടിയും അങ്ങ് നിർത്തി. ആഹാരം പൂർണ്ണമായിട്ട് മാറി നിർത്തി. അദ്ദേഹം നിർത്തി. പിന്നെ അദ്ദേഹം വിചാരിച്ചു, ഇല്ല, ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ രാധാമ്മയെ, എൻ്റെ രാധാറാണിയെ, എൻ്റെ രാധാദേവിയെ എനിക്ക് സ്മരിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇങ്ങനെ ആയുസ് മൊത്തം ഉറങ്ങിക്കളയുന്നത്? അങ്ങനെ ആയുസ് മൊത്തം ഉറങ്ങിക്കളയാനുള്ളതല്ല. അദ്ദേഹം ക്രമേണ ഉറക്കവും നിർത്തി. അങ്ങനെ എന്ത് സംഭവിച്ചു? അത്ഭുതകരമായ ഒരു രാധാമ്മയുടെ ഭക്തനായി മാറി. ആ കഠിന രാധാഭക്തൻ പൂർണ്ണമായും ഉറക്കം നിർത്തി, പൂർണ്ണമായും ആഹാരം നിർത്തി. എന്നിട്ട് ഇരുക്കവിളക്കെ ഓം രാധായേ സ്വാഹ എന്ന ദിവ്യ മന്ത്രം ജപിക്കുകയും അങ്ങനെ അദ്ദേഹം ത്യാഗി വൈരാഗ്യ പ്രഗത മൂർത്തിയായി എല്ലാവരാലും കീർത്തിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, രഘുനാഥ. അദ്ദേഹത്തിന്റെ ഓരോ രോമങ്ങളും എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം 4 ചുറ്റും കണ്ണു തുറന്നു നോക്കി. ആരാണ് തന്നെ വിളിക്കുന്നത്? ആരാണ് തന്നെ വിളിക്കുന്നത്? അപ്പോൾ വീണ്ടും പറഞ്ഞു, രഘുനാഥ, നീ കണ്ണുകൾ അടയ്ക്കൂ രഘുനാഥ. രഘുനാഥൻ കണ്ണുകൾ അടച്ചു. അപ്പോൾ പറഞ്ഞു, രഘുനാഥ, രാധാകൃഷ്ണ ലീലകൾ നിനക്ക് കാണണ്ടേ? എൻ്റെ കഠിന ഭക്തരായ നിനക്ക് ഞാൻ രാധാകൃഷ്ണ ലീലകൾ കാട്ടിത്തരികയാണെന്ന് പറഞ്ഞു. അത് ആ വിളിച്ചത് മറ്റാരുമല്ല, എനിക്ക് രോമാഞ്ചം വരുന്നു. ഭക്തവത്സലയായ സാക്ഷാൽ രാധാറാണി അമ്മയായിരുന്നു. അപ്പോൾ ആ കണ്ണടച്ചിരുന്ന രഘുനാഥദാസ സ്വാമിയുടെ ഹൃദയത്തിൽ രാധാകൃഷ്ണ ലീലകൾ തെളിയുകയാണ്. ഭാഗ്യവാൻ, ഭാഗ്യവാൻ, പുണ്യവാൻ, പുണ്യവാൻ, മഹാപുണ്യവാൻ. അതേ, ഊണും ഉറക്കവും കളഞ്ഞ് രാധാമ്മയെ വിളിച്ചപ്പോൾ രാധാമ്മ സർവ്വതും ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. ആ കാട്ടിക്കൊടുക്കുന്ന സമയത്ത് രാധാ മറ്റൊരു വലിയ അത്ഭുതം നടക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഈ ശരീരം സ്വയം ഒരു തോഴിയുടേതായി മാറുന്ന അത്ഭുതകരമായ കാഴ്ച അദ്ദേഹം കാണുകയാണ്. ആ സമയത്ത് രാധാറാണിയെ പരിചരിക്കാൻ ലളിതസഖിയെയും വിശാഖയെയും മഞ്ജരിയെയും ആ രതിയെയും ഒക്കെ പോലെ അദ്ദേഹവും ഒരു സഖിയായി
മാറി സേവകൾ ചെയ്യുകയാണ്. അത് അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും രഘുനാഥ ഗോസ്വാമിയായി മാറുകയാണ്. അങ്ങനെ അത്ഭുതകരമായ ഒരു പരിണാമം അദ്ദേഹം കോരിത്തരിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ചുണ്ടുകൾ വിതുമ്പി. രാധാമ്മേ, എൻ്റെ രാധാമ്മേ, എൻ്റെ രാധാമ്മേ, എൻ്റെ ജന്മം സഫലമായി, എൻ്റെ ജന്മം സഫലമായി. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇതൊരു നിത്യ പതിവായി മാറി. ഒരു ദിവസം അദ്ദേഹം രാധാമ്മയെ ധ്യാനിച്ചുകൊണ്ട്, രാധാറാണിയെ ധ്യാനിച്ചുകൊണ്ട്, രാധാദേവിയെ ധ്യാനിച്ചുകൊണ്ട് രാധാകുണ്ടിന് സമീപം ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണുകളടച്ചിങ്ങനെ ഇരിക്കുകയാണ്. രാധാകൃഷ്ണ ലീലകൾ ഇങ്ങനെ കാണുകയാണ്. ആ സമയം 2 പുലികൾ ഇങ്ങനെ വരികയാണ്. ആ പുലികള് രഘുനാഥ ഗോസ്വാമിയുടെ അടുക്കലേക്കാണ് വരുന്നത്. അവർക്ക് അന്നത്തെ ദിവസത്തേക്കൊരു നല്ല ഇരയായി. രഘുനാഥദാസന്റെ അടുക്കലേക്ക് അവർ വരാറായി. അതേ, പുലികൾക്ക് വളരെ സന്തോഷമായി. ആ സമയത്ത് പുലികളോ മറ്റൊന്നോ വരുന്നെന്നറിയാതെ കഠിനമായ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രഘുനാഥദാസ ഗോസ്വാമി എന്ന് പറയുന്നത്. ആ സമയത്ത് പുലികൾ അടുത്തേക്ക് വന്നപ്പോഴാണ് അതാ വരുന്നു, അതാ വരുന്നു ഗോവിന്ദനും രാധയും, ഗോവിന്ദനും രാധയും. രാധേ രാധേ ഗോവിന്ദ, ഗോവിന്ദ രാധേ, രാധേ രാധേ ഗോവിന്ദ, ഗോവിന്ദ രാധേ. രാധാ ഗോവിന്ദന്മാരിങ്ങനെ ഒന്നിച്ചു വരികയാണ്. കൃഷ്ണന്റെ കയ്യിൽ ആ സുദർശന ചക്രം ഇങ്ങനെ കറങ്ങുകയാണ്. കൃഷ്ണനെ കണ്ടതും പുലികൾ നമിക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു? വെള്ളം കുടിക്കുന്നതിന് വേണ്ടി, ജലം കുടിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? ആ ജലത്തിലേക്ക് ഇറങ്ങി. ഈ രഘുനാഥ ഗോസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ ആ പ്രേമ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് പ്രേമ സമാധി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. തൻ്റെ അടുക്കൽ രാധാകൃഷ്ണന്മാർ നിൽക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല. ആ ധ്യാനത്തിൻ്റെ മൂർധന്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് പറയുന്നത്, ഹാ രാധ, ഹാ രാധ, ഹാ രാധ, ഹാ രാധ, ഹാ രാധ, രാധേ രാധേ, രാധേ രാധേ, രാധേ രാധേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തു ചെയ്യുന്നു? പുലികള് അവിടെ നിന്ന് തിരിച്ചിങ്ങനെ വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഒരിക്കൽ കൂടി രാധാകൃഷ്ണന്മാരെ വണങ്ങി. ആ പുലികള് പതുക്കെ നടന്നുപോയി. ഇതൊക്കെ കണ്ടുകൊണ്ട് മറഞ്ഞു നിന്ന ഒരാളുണ്ടായിരുന്നു, സനാതന ഗോസ്വാമി ഉണ്ടായിരുന്നു. സനാതന ഗോസ്വാമി ഇത് കണ്ട്, രാധാകൃഷ്ണന്മാര് നിൽക്കുന്നത് കണ്ട് വന്ദിക്കാനായിട്ട് ഓടി വന്നു. ഓടി വന്നതും രാധാകൃഷ്ണന്മാരങ്ങ് അപ്രത്യക്ഷരായി. അദ്ദേഹം വന്ന് രഘുനാഥദാസ ഗോസ്വാമി പാദരെ വിളിച്ചു. രഘുനാഥ, രഘുനാഥ, നീ ഉണരൂ രഘുനാഥ, നീ ഉണരൂ രഘുനാഥ. അപ്പോൾ രഘുനാഥ ഗോസ്വാമി എന്ത് ചെയ്തു? പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം അതേ രഘുനാഥന്റെ കാലിൽ വന്നിച്ചിട്ട് പറഞ്ഞു, രഘുനാഥ, രഘുനാഥ, നീ എന്തൊരു ഭാഗ്യവാൻ, നീ എന്തൊരു ഭാഗ്യവാൻ. അപ്പൊ രഘുനാഥ ഗോസ്വാമിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞു, രഘുനാഥ, നിനക്ക് വേണ്ടി രാധാകൃഷ്ണന്മാർ കാവൽ നിൽക്കുന്നു. സുദർശന ചക്രവുമായി സാക്ഷാൽ നാരായണനും, നാരായണന്റെ കൂടെ സാക്ഷാൽ രാധാറാണിയും നിനക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു. സത്യത്തിൽ എനിക്ക് രോമങ്ങളെ എഴുന്ന് നിൽക്കുകയാണ്. അമ്മ 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 നിർബന്ധിച്ച് അമ്മ പറഞ്ഞു വരികയാണ്. സാക്ഷാൽ രാധാകൃഷ്ണനും കൃഷ്ണനും രാധാറാണി അമ്മയും ഒന്നിച്ചു വരികയാണ്. അമ്മ പറയുന്നു, എൻ്റെ മകനെ ഇതാ ആപത്ത് വന്നിരിക്കുന്നു, വരൂ. രാധാറാണി ചാടി ഇറങ്ങിയതാണ് ഗോലോകത്തുനിന്ന്. രാധാറാണി ഇറങ്ങിയാൽ പിന്നെ കൃഷ്ണൻ എങ്ങനെ ഇരിക്കാൻ പറ്റും? കൃഷ്ണ, എൻ്റെ ഭക്തനെ ആക്രമിക്കാൻ പുലി വരുന്നു എന്ന് പറഞ്ഞാണ് രാധാമ്മ ഇറങ്ങിയത്. കൃഷ്ണനോട് വരാൻ പറഞ്ഞു, പക്ഷേ കൃഷ്ണനെ കാത്തു നിൽക്കുന്നില്ല. രാധാമ്മ ഇറങ്ങിയാൽ പിന്നെ കൃഷ്ണൻ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? കൃഷ്ണനും കൂടെ ഇറങ്ങി. അപ്പോൾ രഘുനാഥ ഗോസ്വാമി കണ്ണുനീര് വാർത്തുകൊണ്ട് പറഞ്ഞു, അമ്മേ രാധാറാണി അമ്മേ, കൃഷ്ണ കൃഷ്ണ, കോടി കോടി നമസ്കാരം. രാധാറാണി അമ്മയുടെ തൃപ്പാദങ്ങളിലും
കൃഷ്ണന്റെ തൃപ്പാദങ്ങളിലും രാധാകൃഷ്ണന്മാരുടെ തൃപ്പാദങ്ങളിലും ഞാൻ നമിക്കുന്നു. അദ്ദേഹം ഭക്തി കൊണ്ട് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. അപ്പോൾ സനാതന ഗോസ്വാമി തന്നോട് ചേർത്ത് വെച്ച് ആശ്വസിപ്പിച്ചു, നീ കരയുകയല്ല വേണ്ടത്, മഹാഭാഗ്യവാനാണ് നീ. ഇന്നു തൊട്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇവിടുന്ന് അല്പമൊന്ന് നീങ്ങി കുടില് കെട്ടിയിട്ട് ആ കുടിലിനകത്ത് വേണം നീ ധ്യാനത്തിലിരിക്കാൻ. കാരണം രാധാകൃഷ്ണന്മാരെ എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? ഒരു കുടില് കെട്ടി, ആ കുടിലിനകത്തേക്ക് നീങ്ങി. അങ്ങനെ മറ്റൊരു ദിവസം കൊടും ചൂട്, ഭയങ്കരമായ ചൂട്, അതിഭയങ്കരമായ ആ ചൂടിൽ നമ്മുടെ രാധാകുണ്ടിന് സമീപം രാധാകുണ്ടിന്റെ കരയിലിരുന്നു കൊണ്ട്, അതായത് ആ കുടിലാണ് സ്ഥിരം ധ്യാനിക്കുന്നത്. ആ ധ്യാനം രാത്രി കാലഘട്ടത്തിലാണ്. പകല് സമയമാകുമ്പോൾ ധാരാളം ആൾക്കാരും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അദ്ദേഹം രാധാകുണ്ടിന്റെ കരയിലിരുന്ന് അങ്ങനെ രാധാമ്മയെ ധ്യാനിക്കുകയാണ്, രാധാറാണിയെ അങ്ങനെ ധ്യാനിക്കുകയാണ്. ആ ധ്യാനത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അദ്ദേഹം പറയുകയാണ്, രാധാറാണിയമ്മേ, രാധാറാണിയമ്മേ, എനിക്ക് കാണണം, എനിക്ക് അമ്മയെ കാണണം, എനിക്ക് അമ്മയെ കാണാതെ വയ്യ. അദ്ദേഹം വിലപിക്കുകയാണ്. ഏതുപോലെ ഒരു കൊച്ചു കുഞ്ഞ് അമ്മ 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 എന്ന് വിളിച്ചു കരയുന്നത് പോലെ നിങ്ങളുടെ ഇളയ കുഞ്ഞും മൂത്ത കുഞ്ഞുമൊക്കെ മുറ്റത്ത് നിന്ന് കളിക്കുന്നു. നിങ്ങളുടെ ഇളയ കുഞ്ഞ് അമ്മ 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 എന്ന് വിളിച്ചു കരയുന്നത് പോലെ രാധാറാണിയെ വിളിച്ചു കരയുകയാണ്. എനിക്ക് കാണണം അമ്മ, എനിക്ക് കാണണം അമ്മ, എനിക്ക് എൻ്റെ അമ്മയെ കാണാതെ ജീവിക്കാൻ വയ്യ. എവിടെ രാധാറാണി അമ്മേ, എവിടെ അമ്മേ എന്ന് വിളിച്ചു കരയുകയാണ്. പക്ഷെ ആ സമയത്ത് ഉഗ്രമായ ചൂടാണത് അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം വിയർത്ത് കുളിക്കുകയാണ്. സൂര്യന്റെ കഠിനമായ ചൂട്. സൂര്യനാകട്ടെ തൻ്റെ ചൂട് കൂട്ടി കൊണ്ടുവന്നു. കാരണം ഈ രാധാഭക്തനെ പരീക്ഷിക്കുകയാണ്. പക്ഷെ അദ്ദേഹമാകട്ടെ ചൂട് തൻ്റെ ദേഹത്ത് തട്ടുന്നത് പോലും അറിയുന്നില്ല. അത്രമേൽ രാധാറാണിയിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ സൂര്യന്റെ തിളച്ചുമറിയുന്ന ചൂടിൽ അദ്ദേഹം വിയർത്തു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാധാറാണി ഗോലോകത്തിരുന്ന കാഴ്ച കാണുകയാണ്. തൻ്റെ ഭക്തൻ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടിൽ അങ്ങനെ വിയർത്തു കുളിക്കുകയാണ്. രാധാറാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. രാധാറാണി പറഞ്ഞു, കൃഷ്ണ, ഞാനിതാ വരുന്നു, എൻ്റെ മോൻ, എൻ്റെ ഭക്തൻ. അത്രയും മാത്രമേ കൃഷ്ണൻ കേട്ടുള്ളൂ. കൃഷ്ണന്റെ ആലിംഗനത്തിലിരുന്ന രാധാറാണി കൃഷ്ണന്റെ കൈകൾ മാറ്റിയിട്ട് ഓടുകയാണ് രാധാകുണ്ടിലേക്ക്. കൃഷ്ണൻ പെട്ടെന്ന് മനസ്സിൽ അത് കണ്ടു. അതേ, ഭക്തൻ ഇരുന്നങ്ങനെ വിയർക്കുന്നത് കണ്ടു. അപ്പൊ കൃഷ്ണന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കൃഷ്ണൻ പറഞ്ഞു, ഭക്തവത്സലയാണ് രാധ, ഭക്തവത്സലയാണ് രാധ. എന്നേക്കാൾ ഭക്തവാത്സല്യം അവളിൽ നിറഞ്ഞു കവിയുന്നു. അവളിൽ ഒരു മാതാവുണ്ട്, അവളിൽ ഒരു മാതാവുണ്ട്. അങ്ങനെ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗോലോകത്ത് നിന്ന് കാഴ്ച കാണുകയാണ്. രാധാറാണി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് വേഗം നമ്മുടെ രഘുനാഥ സ്വാമിയുടെ അടുക്കലെത്തി. അങ്ങനെ രഘുനാഥ സ്വാമിയുടെ അടുക്കലെത്തിയിട്ട് രാധാറാണി എന്താ ചെയ്തതെന്നറിയാമോ? തൻ്റെ മുഖം മറച്ചിരുന്ന തലയിലൂടെ ഇട്ടിരുന്ന സാരി തലപ്പെടുത്തു. ആ സാരി തലപ്പെടുത്ത് ഉയർത്തി രഘുനാഥ സ്വാമിയുടെ ശിരസ്സിന് മുകളിൽ വെച്ചു. സൂര്യന്റെ രശ്മിയുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട്. സൂര്യദേവനാകട്ടെ കത്തിജ്വലിക്കുകയാണ്. കാരണം രാധാറാണിയുടെ വസ്ത്രത്തെ ഭേദിക്കാനുള്ള കഴിവ് ഈ ലോകത്ത് ഒരു സൂര്യരശ്മിക്കുമില്ല. അപ്പോൾ സൂര്യദേവൻ വിചാരിച്ചു, ഇപ്പോൾ ഇതാ തൻ്റെ മൂടുപടം മാറ്റിയിരിക്കുന്നു. എത്ര നേരം ഭക്തന് വേണ്ടി രാധാജി നിൽക്കും? സൂര്യൻ തൻ്റെ ചൂട് വർദ്ധിപ്പിച്ചു. പക്ഷേ രാധാറാണി പോലും അതറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ വിയർത്ത് കുളിക്കുന്നത് രഘുനാഥനല്ല, ഇപ്പം വിയർത്ത് കുളിക്കുന്നത് രാധാജിയാണ്. രാധാജി വിയർത്ത് കുളിച്ചു. ശരീരം മുഴുവനും നനഞ്ഞു കുതിർന്നു. വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു.
നിലത്തു മുഴുവൻ രാധാജിയുടെ വിയർപ്പുകൾ ഒഴുകി. രാധാജിയുടെ വിയർപ്പ് അവിടെ തളം കെട്ടി. പക്ഷേ രാധാജി ആകട്ടെ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് വെക്കുന്നത് പോലെ ഈ രഘുനാഥ ദാസ ഗോസ്വാമിയുടെ അടുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് സനാതന ഗോസ്വാമി വളരെ യാദൃച്ഛികമായി എത്തുന്നത്, അല്ലെങ്കിൽ കൃഷ്ണൻ എത്തിപ്പിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? രാധാജി വിയർത്തു കുളിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണന് സഹിച്ചില്ല. കൃഷ്ണൻ സനാതന ഗോസ്വാമിയെ അങ്ങോട്ടേക്ക് വരാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ സനാതന ഗോസ്വാമി അങ്ങോട്ടേക്ക് എത്തിയ നിമിഷം, ആ നിമിഷം രാധാജി അവിടുന്ന് അങ്ങ് അപ്രത്യക്ഷയായി. കാരണം മറ്റൊരാൾക്ക് ദർശനം കൊടുക്കാൻ രാധാജി ഇല്ല. അപ്പോൾ സനാതന ഗോസ്വാമി ദൂരെ നിന്നൊരു നിഴല് പോലെ ആ കാഴ്ച കണ്ടു. സനാതന ഗോസ്വാമി ഓടി വന്നിട്ട് പറഞ്ഞു, രഘുനാഥ ദാസ, രഘുനാഥ ദാസ ഗോസ്വാമി പാദ, നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. അപ്പോഴാണ് രഘുനാഥൻ കണ്ണുകൾ തുറന്നത്. അപ്പൊ ചോദിച്ചു, എന്താ ചോദിച്ചത്? അപ്പോ പറഞ്ഞു, രഘുനാഥ, നീ എന്തിനാണ് രാധാറാണിയെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സ്നേഹത്തോടെ ശ്വാസിച്ചു. അപ്പൊ ചോദിച്ചു, എന്ത് ബുദ്ധിമുട്ടിച്ചു? നീന്റെ അടുത്ത് ആര് പറഞ്ഞു ഈ വെയിലത്ത് വന്നിരിക്കാനായിട്ട്? നിനക്കൊരു മേൽക്കൂര വെച്ചൊരു വീട് നിർമ്മിച്ചുകൂടെ? നീ മേൽക്കൂര ഇല്ലാതല്ലേ പുലികൾ വരാതിരിക്കാൻ ഒരെണ്ണം വീട് നിർമ്മിച്ചത്? നീ ഈ വെയിലത്ത് എന്തിനു വന്നിരുന്നു? രാധാജി വന്നു, സാരി തലപ്പ് കൊണ്ട് നിന്റെ ശിരസ് മറച്ചു, നിനക്ക് ചൂടേക്കാതിരിക്കുന്നതിന് വേണ്ടി. പകരം രാധാജി വിയർത്തു കുളിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ രഘുനാഥ ദാസ പാദ ഗോസ്വാമിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അത് ചുറ്റും നോക്കിയ രഘുനാഥദാസ ഗോസ്വാമി അമ്പരന്നു പോയി. അദ്ദേഹം നോക്കിയപ്പോൾ കാണാം ആ നനഞ്ഞ മണ്ണിൽ രാധാജിയുടെ കാൽപ്പാടുകൾ. അദ്ദേഹം ആ മണ്ണിൽ കിടന്നു ഉരുളാൻ തുടങ്ങി. രാധാജിയുടെ പാദത്തിലൂടെ കിടന്നു ഉരുളാൻ തുടങ്ങി. കരുണാമയി, പ്രണയാമയി, സ്നേഹാമയി രാധേ, കരുണാമയി, പ്രണയാമയി, സ്നേഹാമയി രാധേ, രാധേ, കരുണാമയി, പ്രണയാമയി, സ്നേഹാമയി രാധേ. അദ്ദേഹം ആ മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. രാധാജിയുടെ വിയർപ്പ്, ആ വിയർപ്പിൽ രാധാജിയുടെ പാദങ്ങൾ കുതിർന്ന മണ്ണ്, അദ്ദേഹം ആ മണ്ണെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു. ആ മണ്ണിനെ അദ്ദേഹം ചുംബിച്ചു. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെ വിങ്ങി കരഞ്ഞു. എന്നോട് ക്ഷമിക്കൂ രാധാജി, എന്നോട് ക്ഷമിക്കൂ രാധാജി. രാധാജിയെ ഈ വെയിലത്ത് നിർത്തിയതിന് മാപ്പ്. അയ്യോ എൻ്റെ രാധാജി, എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മ വെയിൽ കൊള്ളുക. എനിക്ക് സഹിക്കാൻ വയ്യ രാധാജി, എനിക്ക് സഹിക്കാൻ വയ്യ രാധാജി. വീണ്ടും ആ മണ്ണെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു. ആ മണ്ണെടുത്ത് തൻ്റെ മുഖം മുഴുവൻ തേച്ചു. ആ മണ്ണെടുത്ത് തൻ്റെ ദേഹം മുഴുവനും തേച്ചു. എന്നിട്ട് വിലപിച്ചു രാധാജിയെ വിളിച്ച്. അപ്പോൾ സനാതന ഗോസ്വാമി വന്ന് ആശ്വസിപ്പിച്ചു. സാരമില്ല രഘുനാഥ, പക്ഷേ നീ ഭാഗ്യവാനാണ്. നിന്നോട് എന്തൊരു സ്നേഹമാണ് രാധാജിക്ക്. മേൽക്കൂര വെച്ച്, സൂര്യതാപമേൽക്കാത്ത ഒരു മേൽക്കൂര വെച്ചുള്ള ഒരു കൊച്ചു കുടില് നിനക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ടുപേരും മറ്റുള്ളവരും ഓടിയെത്തി. എല്ലാവരും കൂടെ ചേർന്നൊരു കുടില് നിർമ്മിച്ചു. കെട്ടുറപ്പുള്ള ഒരു കുടില് നിർമ്മിച്ചിട്ട് പറഞ്ഞു, ഇതിലിരിക്കൂ, ഇനി രാധാറാണിയെ ബുദ്ധിമുട്ടിക്കരുത്, കാരണം ഭക്തവത്സലയാണ് അമ്മ. അതിലിരുന്നു കൊണ്ട് അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട്, തൻ്റെ ഇഷ്ടദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് രഘുനാഥ ഗോസ്വാമി ഇങ്ങനെ പറഞ്ഞു, ഭജാമി രാധം അരവിന്ദനേത്രം സ്മരാമി രാധം മധുരസ്മിതാസ്യം വദാമി രാധം കരുണാഭരാർദ്രം തഥോമം മാം ആന്യാസ്തി ഗതിർനാകാബി
ഭജാമി രാധം അരവിന്ദനേത്രം സ്മരാമി രാധം മധുരസ്മിതാസ്യം വദാമി രാധം കരുണാഭരാർദ്രം തഥോമം അന്യാസ്തി ഗതിർനാകബി. അതിൻ്റെ അർത്ഥം ഇതാണ്: താമരക്കണ്ണുള്ള രാധയെ ഞാൻ ഭജിക്കുന്നു, മധുരമായി പുഞ്ചിരിക്കുന്ന രാധയെ ഞാൻ സ്മരിക്കുന്നു, കരുണയാൽ ഉരുകുന്ന രാധയെക്കുറിച്ച് ഞാൻ പറയുന്നു. രാധയല്ലാതെ മറ്റൊന്നും എന്നിലില്ല, രാധയല്ലാതെ മറ്റൊന്നും എന്നിലില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് സനാതന ഗോസ്വാമിയും അവിടെ ഉള്ളവർക്ക് പ്രിയപ്പെട്ടവരായി മാറി. ആ വ്രജമണ്ഡലത്തിലെ ആൾക്കാര് മുദിയാ ബാബ എന്ന അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചു. ഒരു ഗുരു പൂർണിമയ്ക്ക് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി. അതവര് മുദിയാ പൂർണിമ എന്ന പേരില് ആഘോഷിക്കുകയാണ്. ആരാണോ ഈ കഥ കേൾക്കുന്നത്, ആരാണോ ഈ കഥ കേൾക്കുന്നത്, അവര് ഭാഗ്യവാന്മാരാണ്, അവര് ഭാഗ്യവാന്മാരാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു വലിയ രഹസ്യവും കൂടെ പറയുകയാണ്. രഘുനാഥദാസ ഗോസ്വാമി പാദർ പറഞ്ഞ ഒരു വലിയ രഹസ്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുകയാണ്. കേട്ടുകൊള്ളൂ പ്രേക്ഷകരെ. രഘുനാഥദാസ ഗോസ്വാമി പാദർ പറഞ്ഞു, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയെ വിളിച്ചു കരഞ്ഞാൽ അമ്മയ്ക്ക് ഓടി വരാതിരിക്കാൻ കഴിയില്ല. അമ്മ ഓടി വരും. അതുപോലെ രാധാഭക്തരെ, ആ നിലവിളിക്കു തുല്യമായ മന്ത്രം ആരാണോ ആ മന്ത്രം ഉച്ചരിക്കുന്നത്, അതൊരു നിലവിളിയാണ്. അമ്മയെ കിട്ടിയേ പറ്റൂ എന്നുള്ള നിലവിളി. ആ നിലവിളി കേട്ടാൽ രാധാജിക്ക് ഇരിക്കാൻ പറ്റില്ല. രാധാജി വരും. രാധാജി അദൃശ്യയായി പലതവണ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾക്ക് യോഗ്യമാകുമ്പോൾ രാധാജി നേരിട്ട് വരും. നിങ്ങളുടെ ജീവൻ പോകാൻ പോകുന്ന സമയത്തും രാധാജി നേരിട്ട് വരും. അതൊരു നിലവിളിയാണ്. ആ മന്ത്രം ഒരു ഭക്തന്റെ നിലവിളിയാണ്. ആ മന്ത്രം ഒരു രാധാഭക്തന്റെ നിലവിളിയാണ്. രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, എൻ്റെ പ്രേക്ഷകരെ, നമുക്ക് നിലവിളിക്കാം. നമുക്ക് നമ്മുടെ രാധാമ്മയെന്ന് കണ്ട് കാണാൻ വേണ്ടി നിലവിളിക്കാം. വരും. ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് അദൃശ്യരായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നോടൊപ്പം നിങ്ങളും ജപിക്കൂ. നിങ്ങളുടെ അടുത്ത് അദൃശ്യയായി രാധാജി വരും. എൻ്റെ അടുത്ത് അദൃശ്യയായി രാധാജി വരും. ഒരു കുഞ്ഞിൻ്റെ നിലവിളിയാണത്. ഒരു കുഞ്ഞിൻ്റെ നിലവിളിയാണ്. രാധാമ്മയുടെ കുഞ്ഞിൻ്റെ നിലവിളി. അതാണ് മഹാമന്ത്രം. നമുക്കൊന്നിച്ച് ജപിക്കാം. ഇപ്പോ നിങ്ങൾ എവിടെ ഇരിക്കുന്നെങ്കിലും വിളിക്കൂ. നമുക്കൊന്നിച്ച് ജപിക്കാം. രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം ശ്യാം രാധേ 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 കൃഷ്ണ കൃഷ്ണ രാധേ 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 ശ്യാം ശ്യാം രാധേ 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 കൃഷ്ണ കൃഷ്ണ രാധേ 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 ശ്യാം ശ്യാം രാധേ രാധേ കൃഷ്ണ കൃഷ്ണ രാധേ രാധേ ശ്യാം ശ്യാം രാധേ രാധേ കൃഷ്ണ കൃഷ്ണ രാധേ രാധേ ശ്യാം ശ്യാം രാധേ രാധേ കൃഷ്ണ രാധേ രാധേ ശ്യാം രാധേ രാധേ. രാധേ രാധേ ശ്രീ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.